വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ പതിവ് പോലെ നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങ്. താങ്ക് യു. എന്താ പേര്? അശ്വതി. അശ്വതി. നല്ല പേര്. തിരിച്ചു പറഞ്ഞ റിപ്ലൈയില് ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരുന്നില്ലേ അതില്? എന്തോ എന്റെ സാധനം ഒന്ന് ഇട്ട് നോക്കൂ, അങ്ങനെ എന്തോ ഒരു ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എന്റെ സാധനം ഇട്ട് നോക്കാൻ പറഞ്ഞത് ആ വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആക്ഷൻ വരെ കാണിച്ച പറഞ്ഞത് അവളായതുകൊണ്ടാ. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നു അടിച്ച് കരണക്കുറ്റി പോകുകയായിരുന്നു. ഇങ്ങനെ വേണമെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, നെഗറ്റീവ് ആവേണ്ടവർക്ക് അങ്ങനെ എടുക്കുന്നുണ്ട്. അത് ഞാൻ ആർക്കും വേണ്ടുന്ന തീറ്റ കൊടുക്കാറുണ്ട്. ദേവാലയ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ. പിന്നെ അത് മറന്നുപോയി. ഇത് അതിലുള്ള ഡബിൾ മീനിങ് ഉണ്ടോ? ഡബിൾ ത്രിബിൾ ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഉണ്ടോ അതില്? ഉണ്ടോ അതില്? ഉണ്ടോ അതില്? അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്? പുല്ല് വില. ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഞാനത് ചോദിക്കരുതായിരുന്നു. ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലായി. ഇതിലെ ഇതിന്റെ ഉണ്ടെങ്ങനെ നീണ്ടായിരിക്കുക. എനിക്ക് 2 വടയിൽ പോച്ചു പറ്റുമാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. എനിക്കെന്തോ പോലെ. പക്ഷെ പലരും റോങ് രീതിയില് ഇതുള്ളത് കൊണ്ടാണ് ഏതുള്ളോണ്ട് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടിനകത്ത് വീണു. എവിടെ? കുണ്ടിനകത്ത്. ഇവളാള് കൊള്ളാമല്ലോ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. കുച്ചിപ്പടി, കെട്ടിപ്പടി. കെട്ടിപ്പിടി എപ്പോഴും ഉണ്ടോ? ബോച്ചയ്ക്ക് പ്രപ്പോസൽ എല്ലാം വന്നിട്ടുണ്ടോ? ഓ, അത് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എങ്ങനെ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? കളങ്കില്ലാത്തോണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് കുട്ടാ. എന്നിട്ടും വിളിക്കും സാറിന്. അപ്പൊ ഞാൻ ഫൈൻ ഇടാൻ തുടങ്ങി. ഒരു സാറിന് വിളിച്ച 250 രൂപ ഫൈൻ. അവിടുന്ന് ബിസിനസ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇതൊക്കെ എന്ത് ന്യൂ ഇയർ പ്രോഗ്രാം വരൂ, ക്ഷണിക്കുകയാണ്. ഞാൻ വരും. സത്യം പറമാത്രം. അതെ. പഞ്ചാര എണ്ണയും കുറെ പോ.